എന്നെ അടുത്ത അകുലമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഈ രാവിലെ സമയം നിങ്ങളുടെ കാതുകളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ അറിയിക്കാൻ കിട്ടിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 19 അധ്യായത്തിൽ 27 വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയത്. മനുഷ്യന്റെ ഓട്ടം മുഴുവൻ, തിരക്ക് മുഴുവൻ നന്നായി ജീവിക്കുവാനും ഉന്നത നിലവാരത്തിൽ എത്തുവാനും വേണ്ടി മാത്രമാണ്. എന്നാൽ രക്ഷ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത മനുഷ്യന്റെ അകത്ത് വരുന്നില്ല. ഒരിക്കൽ കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ശീലാസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നൊരു വചനമുണ്ട്. അത് തന്നെയാണ് ഇന്ന് ഞാനും ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള സത്യ സുവിശേഷമാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള മനസ്യമായ ശുശ്രൂഷകളെ കാണുമ്പോൾ കളിയാക്കുകയും നിന്ദിക്കുകയും കല്ലെറിയും ചെയ്ത ആളായിരുന്നു ഞാനും. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അത് മുഖാന്തരം അനേക സുവിശേഷന്മാരെ കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഒരാളായിരുന്ന ഞാൻ ഇന്ന് ഇതുപോലെ വഴിയോരങ്ങളും തെരുവോരങ്ങളും യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ കാരണമാക്കിയ ഒരു രോഗമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിന് ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ എന്നെ യേശുവിലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമാക്കി. 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യ വിധാനപുരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ ഈ സമയം വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു പറഞ്ഞത്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ 80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം, ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണവും നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലെ ചെന്നെത്തില്ല എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും സുവിശേഷം അറിയുന്നവരാണ്. ഒരാൾ പോലും യേശുവിനെ അറിയാത്തവരല്ല. കാരണം സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അനേകരിലൂടെ നിങ്ങൾ സുവിശേഷം കേട്ടവരാണെങ്കിലും പിന്നെയും പിന്നെയും ഈ സുവിശേഷവുമായി നിങ്ങളുടെ കാതിൽ എത്തിക്കുവാൻ ദൈവം അനേകരെ ഉപയോഗിക്കാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണ്. ഇന്ന് മനുഷ്യന്റെ ജീവന്റെ വില പുല്ലുപോലെ കണ്ടുകൊണ്ട് കൊല്ലിക്കൊലപാതകം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ആത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ ആയിരിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നത് എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പലതും നേടിക്കൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലതും വെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ടുള്ള ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും മനുഷ്യൻ മറന്നു പോകുന്ന അറിയാതിരിക്കുന്ന ഒന്നാണ് ഈ ആത്മാവിന് വിലയെക്കുറിച്ചുള്ളത്. പലപ്പോഴും മരിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവിനെ നിത്യമായ ശാന്തിയിലേക്ക് എത്തിക്കുവാൻ, നിത്യരക്ഷയിലേക്ക് എത്തിക്കുവാൻ ഇവിടെ പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ഭൂമി നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും ഏതെല്ലാം മാർഗത്തിൽ പോയാലും അവൻ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. കാരണം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ ഒരിക്കൽ നാം എല്ലാം വെളിപ്പെടുന്നതായി വരും. അന്ന് യേശു ക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യനും, യേശുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യരും നിത്യമായ രണ്ടാം മരണമായ തീപ്പൊയ്യിൽ പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ജീവന്റെ പുസ്തകത്തിൽ പേരുതി കാണുന്നത് ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടപ്പെടുമെന്ന് പറയുമ്പോൾ ജീവപുസ്തകത്തിൽ പേരുതി കാണുമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിച്ചത് കൊണ്ടോ നല്ല പണമുള്ളത് കൊണ്ടോ നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒന്നും ജീവന്റെ പുസ്തകത്തിൽ പേരുതി കാണില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം
പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിച്ചു മരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കും ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ ആളുകൾ. ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുലായ ജീവിതമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു നെഗറ്റീവ് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയാണ് സന്തോഷം, ഇതാണ് സമാധാനം, ഈ മദ്യത്തിനകത്താണ് സമാധാനമുള്ളത് എന്ന് കണ്ടുകൊണ്ട് ജീവിച്ച ഒരാളായിരുന്നു. ആരെയും അംഗീകരിക്കാതെ ആർക്കാലും വെറുക്കപ്പെട്ടവനായി ജീവിച്ച ജീവിതത്തിലേക്ക് ഈ സന്ദേശം ഇറങ്ങി വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ കാരണമായത്. അതെ, ഞങ്ങളെ വിടുവിച്ച് സന്ദേശം ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒന്നേയുള്ളൂ, മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും പാടും ഒരിക്കൽ യേശു മാത്രം കർത്താവ്. അതെ, എല്ലാ നാവും പാടും. ഇന്ന് ദൈവത്തെ അംഗീകരിക്കാതെ നടക്കുന്നവരും അംഗീകരിക്കുന്ന സകല മനുഷ്യനും നാം ഒരിക്കൽ പാടും, യേശു മാത്രം കർത്താവ്. എന്ന പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാതെ നിത്യരക്ഷകനായ ക്രിസ്തുവിലേക്കുള്ള നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇന്ന് നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ല ദാനം ചെയ്തു കഴിഞ്ഞാൽ നിത്യമായ ജീവനിൽ കടന്നു പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് അന്നദാനം കൊടുക്കുന്നത്, വീട് വെച്ച് കൊടുക്കുന്നത്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കുന്നത്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവൻ പാപമോചനം പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പാപമോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ്. പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ, അതെ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപത്തിലായിരിക്കുന്ന മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുന്നത്. എന്നാൽ പാപമോചനം വീണ്ടെടുപ്പും അത് കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമാണ്. അവന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യക രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിലൂടെ അല്ലാതെ മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സന്ദേശത്തെ നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളൊരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപപത്ര കടിച്ചു മപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവുണ്ട്. അതെ, നിങ്ങളുടെ പാപത്തെ ഇവർത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ആദ്യ മനുഷ്യനെ ആദാം മനുഷ്യനെ കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വെള്ളം അനുസരണക്കേട് കാണിച്ച നിമിത്തം ഭൂമി ശപിക്കപ്പെടുവാൻ ഇടവന്ന്, അത് ഏതെന്ന തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ പാപത്തിലേക്ക് പോകുകയും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വചനം പറയുമ്പോൾ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് എത്തുവാൻ ഇടവന്ന്. അതെ, മനുഷ്യൻ പിന്നെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവത്തിന്റെ കോപം പല കാലഘട്ടങ്ങൾ വരികയും പല കാലഘട്ടങ്ങൾ മനുഷ്യൻ നശിപ്പിക്കുകയും ചെയ്തെങ്കിലും, എന്നാൽ ഇനി മനുഷ്യൻ നശിപ്പിക്കുകയില്ലെന്ന് സത്യം ചെയ്യുകയും തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒറ്റയാകത്താൽ മനുഷ്യൻ വീണ്ടെടുക്കാൻ സ്വർഗം കാണിച്ച സ്നേഹമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെയും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ആ നിത്യരക്ഷയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ള സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന സന്ദേശമാണ്. ജീവിതത്തെ മാറ്റമല്ല, മരണത്തെ മാറ്റുന്ന സന്ദേശമാണ്, ജീവനിലേക്കുള്ള സന്ദേശമാണ്. ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങൾ ഇന്ന് വിളിച്ചറിയിക്കുന്നത് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം നിത്യമായ ആ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിലേക്ക് മടങ്ങി വരുവാനാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ആഹ്വാനം ചെയ്യാനുള്ളത്. അപ്പൊ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ രസിക്കുമ്പോൾ, ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ, വേദവസം വ്യക്തമായി പറയുന്ന ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും നമ്മെ കാത്തു നിൽക്കുന്നു എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് മരണം കൊണ്ടെല്ലാം അവസാനിച്ച് മരണം അവസാനമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഭൂമിയിൽ ഏതെല്ലാം രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും, അതാണ് ഭാഗ്യമുള്ള ജീവിതം. 100 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ഭാഗ്യമുള്ള ജീവിതം എന്ന് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെ മരിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഒരിക്കൽ ന്യായവിധി സ്ഥാനത്ത് നമ്മളെല്ലാം ചിടലാണ്ടായി വരും. അന്ന് ക്രിസ്തുവേശുവില്ലാത്ത സകല മനുഷ്യനും രണ്ടാം വർണ്ണമായ തീപ്പൊയിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഈ സമയം വന്ന് ഈ സന്ദേശം നിങ്ങളുടെ കാതിലെത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ചിലർ പറയാറുണ്ട് പണിയുമില്ലായിരിക്കും, അല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന മാർഗമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോൾ, ഞങ്ങളറിഞ്ഞ ഈ സത്യം, ഞങ്ങളറിഞ്ഞ സുവിശേഷം, ഞങ്ങളെ വിടുവിച്ച് ഈ സന്ദേശം നിങ്ങളും അറിയണം. നിങ്ങളും ഒരിക്കൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷയിലേക്കണം. കാരണം സകല സൃഷ്ടിയോടും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ആരെല്ലാം വിശ്വസിക്കുമെന്നല്ല, എല്ലാവരും വിശ്വസിക്കുമെന്നല്ല വചനം പറയുന്നത്. സകല സൃഷ്ടിയും സുവിശേഷം അറിയണം. ഒരാൾ പോലും സുവിശേഷം അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകില്ല. കാരണം ന്യായാസനത്തിന് മുന്നേ നാമെല്ലാം ചെല്ലുമ്പോൾ അന്ന് ഈ സുവിശേഷം നിലനിർത്തിയായിരിക്കും അന്ന് വിധി കൽപ്പിക്കുക. അതുകൊണ്ട് സന്ദേശത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇവിടെ നടന്ന പരസ്യ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലാക്കി മാറുവാൻ തക്കവണ്ണം തലമുറയെ അനുഗ്രഹിക്കുവാൻ, ജോലികളെ അനുഗ്രഹിക്കുവാൻ, ബിസിനസ്സുകളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആ കരുണയുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദി സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.